പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് യുഫി, അതായത് ആങ്കർ എന്ന് പറയുന്ന കമ്പനിയുടെ യുഫി എന്ന് പറയുന്നത്. യുഫി എന്ന് പറയുന്നതും ആങ്കറിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അവരുടെ മോപ്പ് കം 2-in-1 പർപ്പസിൽ വാക്കം ആൻഡ് മോപ്പ് പുള്ളിയുണ്ട്. വാക്കം ആൻഡ് മോപ്പ് ഇങ്ങനെ 2 ഓപ്ഷനുള്ള ഒരു അടിപൊളി റോബോ വാക്കമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, പാക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പക്ക സേഫ് ആൻഡ് സെക്യൂർഡ് പാക്കിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കാർട്ടൺ ബോക്സ്, അതായത് ആ ബോക്സിൽ നിന്നും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ വളരെ വൃത്തിയായിട്ട് എടുക്കാനും സൗകര്യം ചെയ്തുകൊണ്ടാണ് അവർ ഈ കമ്പനി പാക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാനുവൽ കിറ്റാണ്. മാനുവൽ കിറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫുൾ ഇതിൻ്റെ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പിന്നെ ആപ്ലിക്കേഷനെ പറ്റിയിട്ടും മൊബൈലിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടും പിന്നെ അറബിക് ഇംഗ്ലീഷ് ലാംഗ്വേജസിലും ഒക്കെ കാണുന്നുണ്ട് ഇതിൽ. അപ്പം ഇൻഡെപ്തായിട്ട് നമുക്ക് ബുക്ക് നോക്കാം. ഇത് ഒരു കവറല്ല, ഇത് ബേസാണ്. അതായത് അത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ടൈമിൽ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ചാർജിങ് പോയിന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ബേസാണിത്. ഈ റോബോ വാക്കം തിരിച്ച് ബാറ്ററിയിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ താഴേക്കായിട്ട് ഉള്ള ബേസിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതും നല്ല കവറിലൊക്കെ സേഫ്റ്റി ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംഗതിയിലേക്ക് പോവാം. ഒരു നിമിഷം നിങ്ങൾ കണ്ടോളൂ. ഓക്കെ ഗൈസ്, അപ്പം ഇവനാണ് താരം, നമ്മുടെ യുഫി റോബോ വാക്കം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്വിച്ച് ഓൺ ബിഫോർ യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓൺ ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പം ഫസ്റ്റിൽ ഇതിൽ വളരെ വൃത്തിയായിട്ടുള്ള ഡിസൈനാണ്. ഇത് 2 കളറിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ റിവ്യൂ പല വെബിലും കണ്ടത് ഒക്കെ ബ്ലാക്ക് കളറിലാണ്. പക്ഷേ ലക്കിലി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആയതുകൊണ്ടും അത് വൈറ്റ് തന്നെ വന്നു. ഇതിൻ്റെ മേലെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡിസൈനാണ്. അതായത് ഇതിൻ്റെ മേലെ ഒരു പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൻ്റെ മേലെ വൈഫൈയുടെ എംബ്ലത്തിൽ ഒരു ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ പോയിൻ്റാണ് കാണുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ മോപ്പൊന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഗുഡ്. ഇത് ഒരു അഡീഷണൽ മോപ്പ് അവർ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്, സ്റ്റിക്കി പോലെയുള്ള മോപ്പാണ്. നമുക്ക് അടുത്തത് ഇത് നൈലോൺ, ഇത് പാക്കറ്റ്, ഇത് വയറുകൾ ടാഗ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതിൻ്റെ വയർ വലിയ നീട്ടത്തിലുള്ള വയറൊക്കെ ആകുമ്പോൾ, വളരെ ലെങ്തി ആയിട്ടുള്ള വയറുകളാകുമ്പോൾ വയർ ടാഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ DC അഡാപ്റ്ററാണ് ഇതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ളതാണ്. ഈ ചാർജിങ് ഡോക്കിൻ്റെ ഈ സ്ലൈഡ് കൂടെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് ഫസ്റ്റ് കാണിച്ചിരുന്ന ആ ബേസ് വെക്കുന്നത്. അപ്പം ഇതാണ് ചാർജിങ് ഡോക്ക്. ഇതും അൺപാക്ക് ചെയ്യാം നമുക്ക്. അപ്പം പിന്നെ ഉള്ളത്, ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന മോപ്പിൻ്റെ അഡീഷണൽ ബട്ടൺസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് കമ്പനി അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന ബട്ടണാണിത്. വളരെ നീറ്റായി, ഇത് വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഈ ഗാഡിയിൽ ഇവിടെ ഈ ഗാഡിയിൽ കറക്റ്റ് ഇതിനെ ഇറക്കി വെക്കണം. ഇത്രയേ ഉള്ളൂ. അത് കറക്റ്റ് ഗാഡിയിൽ നിന്നാൽ അത് അവിടെ ടൈറ്റായി നിന്നോളൂ. വേറെ പിന്നെ ഇതിൻ്റെ സർഫേസ് വളരെ തിന്നായിട്ടുള്ള ഇതാണ്. അതായത് ഇവിടെ ഗ്രൗണ്ടിനോട് വളരെ ടച്ച് ചെയ്തിട്ട് തിന്നായിട്ടും ഒരു സ്ലോപ്പായിട്ടും നിൽക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോബോൻ്റെ ഇത് ടയർ ശരിക്കും ഇതിൻ്റെ മേലെ ഒരു തടസ്സമില്ലാതെ അങ്ങനെ തന്നെ ഇത് ബേസിലേക്ക് കയറി വരണം. പിന്നെ ഉള്ള അഡാപ്റ്ററാണ്. അഡാപ്റ്റർ പോയിൻ്റ് ഇതിൻ്റെ പിറകുവശത്താണ്. പിറകുവശത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ചാർജിങ്ങിൻ്റെ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഹോളാണ് ഡോക്കിംഗ് സ്റ്റേഷൻ്റെ ചാർജർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് പവർ പ്ലഗിലേക്ക് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സംഗതി കൂടി പറഞ്ഞുതരാം. വളരെ ഇപ്പോൾ ചെറിയ സ്ഥലത്തൊക്കെ എനിക്ക് ഇവിടെ ഉള്ളത് പ്ലഗ് വളരെ എന്താ പറയുക, ഫ്ലോറിനോട് കുറച്ച് താന്നിട്ടാണ്. അപ്പം പവർ പ്ലഗ് താങ്ങുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ലെങ്തിയിൽ വയർ വേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വയറിനെ വളരെ വൃത്തിയായി ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇതിലൂടെ എടുക്കാം. ഇവിടെ കണ്ട ഒരു കുളത്ത് പോലെ ഒരു ഹൂക്ക് പോലെയുണ്ട്. അപ്പോൾ ആ ഹൂക്കിൽ ഇങ്ങനെ തന്നെ നിന്നോളും. ഇങ്ങനെ ആയിരിക്കും ബാക്കിലുണ്ടാവുക. അപ്പോൾ ഈ വയർ ഫുള്ള് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഈ സംഗതി നിങ്ങളെല്ലാവരും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വയർ വല്ലാണ്ട് തടഞ്ഞു കിടക്കുമ്പോൾ അത് വയറിനും കംപ്ലൈൻ്റ് ആണ്. മാത്രമല്ല മറ്റ് പൊടികളൊക്കെ അതിനിടയിലൊക്കെ കിടന്ന് അതും നാശമാവും. പിന്നെ റോബോനും അത് തടസ്സമായിട്ട് വരും. കാരണം ഇൻ കേസ് ആ ഡിസ്റ്റൻസിലൂടെയൊക്കെ വരുമ്പോഴൊക്കെ വയർ തടഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ റോബോ വാക്വം എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതും അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. അപ്പം വളരെ ഗ്ലേസിങ് ആയിട്ടുള്ള ഇതാണ്, ബോഡിയാണ്. കാരണം ഇതിൻ്റെ പിന്നെ ഇതൊക്കെ ജസ്റ്റ് സ്പ്രിങ് ആക്ഷൻ പോലെ ആണ് ഇതിൻ്റെ സൈഡ് ബമ്പേഴ്സൊക്കെ ഉള്ളത്. അപ്പം ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഫ്ലോറിനോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്നൊന്നും ഇതിന് തകരാറ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഷോക്ക് അബ്സർ പോലെയുള്ള ഒരു എഫക്റ്റാണ്, ആക്ഷനാണ് ഇതിനുണ്ടാവുക. പിന്നെ പവർ ബട്ടൺ, അതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് പോവാം. ബാക്കിൽ ഇവിടെ ഇതാണ് ഡസ്റ്റ് കളക്ടർ. ഈ ഡസ്റ്റ് കളക്ടറിലാണ് നമ്മൾ വാക്വം ചെയ്തിരിക്കുന്ന എല്ലാ ഡസ്റ്റും അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതിനുള്ളിൽ ഫുള്ള് എയറിൻ്റെ ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ വീൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രിപ്പുള്ള റബ്ബർ വീൽസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡൽ സ്പെസിഫിക്കേഷൻസ്. റോബോ വാക് G10 ഹൈബ്രിഡ്. പിന്നെ അതിൻ്റെ വോൾട്ടേജ്, അതിൻ്റെ സീരിയൽ നമ്പർ എല്ലാമാണ് ഈ സിൽവർ സ്റ്റിക്കറിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ട് ഇമെയിലാണ്, support@uflife.com. ഇതിലാണ് നമ്മൾ എന്ത് സപ്പോർട്ട് കോളുകളും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പവർ സ്വിച്ചാണ്. ഈ പവർ സ്വിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു തരം റബ്ബർ ഇൻസുലേഷനെ കൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിനുള്ളിലൊക്കെ ഒന്ന് വെള്ളവും പൊടിയൊന്നും ഇറങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് കറക്റ്റ് അതിനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻസുലേഷൻ ചെയ്തിരിക്കുന്നത്. വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്പ്രിങ് ആക്ഷൻ ഷോക്ക് അബ്സോർബർ എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു വീലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കാർപ്പറ്റിലേക്കൊക്കെ കയറുമ്പോഴൊക്കെ എന്താവണം, ഇതൊന്ന് പ്രസ്സായിട്ടൊക്കെ കയറേണ്ടി വരും. പിന്നെ ഇതിന് നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് വീല്. ഈ ഫ്രണ്ട് വീലാണ് ഇതിനെ തിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള സഹായിക്കുന്ന വീല്. ഇതും ഈ പറഞ്ഞ പോലെ ഗ്രിപ്പുള്ളതാണ്. പക്ഷേ പുഷിങ് ഈ വീല് കൊണ്ടാണ് ഇതിൻ്റെ പുഷിങ്. കാരണം മോട്ടർ ഫുള്ളും ഇതിലായിരിക്കണം. അപ്പോൾ ഗൈസ്, ഡസ്റ്റ് കളക്ടർ ഞാൻ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട്. ഇത് വളരെ സിമ്പിളാണ്, ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ സാധനം, അതായത് ഈ വൈറ്റ് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് റിലീസാവും. വളരെ ഈസി ആയിട്ട് റിലീസാവുന്ന ഒരു സാധനമാണ്. കണ്ടോ? അതേപോലെ തന്നെ ഫിക്സ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഡസ്റ്റ് ഫുള്ളും ഇതിലാണ് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ ഇത് ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു അതായത് ഇങ്ങനെ ഓപ്പൺ ആണ്. പിന്നെ നേരത്തെ കണ്ട പാക്കറ്റ് ഡസ്റ്റ് കളക്ടർ എനിക്ക് കിട്ടിയ അഡീഷണലാണ്. ഇതിൽ റോബോ വാക്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു വലിയൊരു സംഭവമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നത്. പക്ഷെ അത്ര ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മൊത്തം ഡിസൈൻ. അതായത് ഒരു ടെൻഷനും ഇല്ല. ഇനി അടുത്തത് നമുക്ക് ഈ ബ്രഷ് ഫിക്സ് ചെയ്യുന്നതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ബ്രഷ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹോള് കണ്ടോ? ഈ ഹോള് സ്ക്വയർ രീതിയിലാണ് അതിൻ്റെ ഹോളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഇതും അതിൻ്റെ മൗണ്ട് ചെയ്യുന്ന സാധനവും
സെയിം ഷേപ്പിലാണ് കാണുന്നത്. ഇതും കണ്ടോ? അപ്പം ഇതിന് കറക്റ്റായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് മൗണ്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, സെയിം സ്ക്വയർ ഷേപ്പിലാണ് കാണുന്നത്. ജസ്റ്റ് ആ കട്ടിങ്ങിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങനെ തന്നെ അതിനുള്ളിൽ പോകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം. ഇനി ഞാൻ അടുത്തത് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ റിമൂവ് സ്റ്റിക്കർ ബിഫോർ യൂസ്. നമ്മളിത് ഉപയോഗിക്കുന്ന മുമ്പ് ഈ സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സെൻസേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ടൈമിൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, EOFയുടെ G2 റോബോ വാക്വം റെഡിയാണ്, ഹൈബ്രിഡ് വേർഷൻ. ഇതിലിപ്പോൾ മോപ്പ് ഫെസിലിറ്റീസ് ഉണ്ട്, വാക്വം ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കാർപ്പറ്റിലും വിനൈലിൽ ഫ്ലോറിൽ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, അത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആമസോണിൻ്റെ അലക്സയുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അലക്സയെ കൊണ്ട് റോബോ വാക്വം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ചാർജിങ് ഫംഗ്ഷനിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ചാർജിങ് ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനിത് ഓൺ ചെയ്യാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഓൺ അല്ലായിരുന്നു, ഇപ്പോൾ ഓൺ പൊസിഷനിലാണ്, ഓൺ മോഡിലാണ്. ഇപ്പം EOF ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ട്. الخطأ 7 إن العجلة معك يرجى نقلها إلى موضع جديد. അതായത് ഇതിപ്പോൾ അറബിക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ്, ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് ലാംഗ്വേജ് അറബിക്കാണ്. ഇതിന് ഞാൻ ആപ്പിലൂടെ പോയി ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ഇപ്പം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജദീദ് എന്നതിനെ പുതിയതായതുകൊണ്ട് അതിൻ്റെ കോൺഫിഗർ ചെയ്യാനും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചാർജിങ്ങിനെ പറ്റി പറയാം. ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഇത് ഓഫ് മോഡിലേക്ക് പോകും. പിന്നെ എങ്ങനെയാണ് ഇത് ചാർജ് ആവുന്നത്? ഇത് കണ്ടോ, ചാർജ് എങ്ങനെയാണ് ആവുന്നത് എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് പ്ലേറ്റ് കണ്ടോ, ഈ രണ്ട് പ്ലേറ്റിൽ ഇവിടെ ടച്ച് ആകുമ്പോഴാണ് ഇത് ചാർജ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പൊസിഷനിലേക്ക് നമ്മൾ ആദ്യം വയ്ക്കാം. ഇപ്പം ഇത് ഫുൾ ചാർജ് ആയതുകൊണ്ട് ഇത് ചാർജ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ചാർജിങ്ങിലേക്ക് മാനുവലായിട്ട് വെക്കേണ്ടി വരും. പക്ഷേ ചാർജിങ് പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇപ്പം നമുക്ക് ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ഓൾറെഡി ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിനെ കോൺഫിഗർ ചെയ്യാനാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റാർട്ടാവും, മോട്ടോർ വർക്ക് ചെയ്യും. ഇതിൻ്റെ ഈ സംഗതികളൊക്കെ ഉണ്ടാവും. ഇപ്പം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ വർക്ക് ഫംഗ്ഷനിലല്ല, ഇത് ഗ്രൗണ്ടിലല്ല വെച്ചത് എന്നുള്ളതാണ്. അപ്പം ഇത് അത് ഓട്ടോ ഡിറ്റക്റ്റിംഗ് ആണ്. അതായത് ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം അത് ഓഫാവും. അതും നല്ലൊരു പരിപാടിയാണ്, കാരണം ബാറ്ററി കൺസ്യൂം ചെയ്യില്ല. പിന്നെ വീണ്ടും ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മാറി. ഇപ്പം ഇത് ഈ റൊട്ടേഷൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫുള്ളും സെൻസർ ചെയ്യാണ്. അതായത് അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് സെൻസറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത് അവിടെ ഇവിടെ ടച്ച് ആയിട്ട് പെട്ടെന്ന് അവിടെ കിടക്കണ്ടാവും. അതിൻ്റെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യും. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ ആപ്പിൽ നമ്മൾ ഈ ക്ലീനിങ് പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കമൻറ്റ് വരും. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ഡസ്റ്റ് കളക്ടറാണ്. അപ്പോൾ എത്രത്തോളം ഡസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പം ഇതിലിപ്പോൾ കുറഞ്ഞ ഡസ്റ്റേ ഉള്ളൂ, ഞാൻ കുറച്ച് മുമ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ സംഗതിയാണ്.
ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ. ഇതിലിപ്പോൾ അതിനകത്ത് ഇല്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മോപ്പിങ്ങിൻ്റെ ഡ്രമ്മ്. അപ്പം ഇതിലാണ് നമ്മൾ വെള്ളം നിറച്ചിട്ട് മോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സംഗതികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസുകൾ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്താൽ തന്നെ അത് അവിടെ കറക്റ്റായിട്ട് നിന്നോളൂ. ഇതൊരു സ്ലൈഡിങ് ആണ്. ഈ സാധനം, ഈ ക്ലോത്ത് ഇങ്ങനെ ശരിക്കും ഇതിനുള്ളിലൂടെ സ്ലൈഡ് ചെയ്യലാണ്. കണ്ടോ? അടുത്തത് നമ്മൾ ഇതിൽ എങ്ങനെയാണ് വെള്ളം നിറയ്ക്കുന്നത് എന്നുള്ളതാണ്. വെള്ളം നിറയ്ക്കുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഈസിയാണ്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയത്. നിങ്ങൾക്കൊരു പൈപ്പിൻ്റെ ചിഹ്നം കാണാം ഇവിടെ, കണ്ട? ഇതിൻ്റെ ഈ റബ്ബർ ഏതൊരു ടോപ്പ് പോലെയാണ്. ഈ റബ്ബർ ടോപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു നോട്ട് യൂസ് ദ മോപ്പിംഗ് മോഡ് വെൻ നോ വൺ അറ്റ് ഹോം. അതായത് വീട്ടിലാരും ഇല്ലാത്തപ്പോൾ ഈ മോപ്പിംഗ് സിസ്റ്റം ചെയ്യാൻ പാടില്ല. നമുക്ക് വാക്യൂം ചെയ്യാം, പക്ഷെ മോപ്പിംഗ് സിസ്റ്റം പാടില്ല. രണ്ടാമത്തെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു നോട്ട് യൂസ് ദ മോപ്പിംഗ് മോഡ് ഓൺ കാർപ്പറ്റ്. കാർപ്പറ്റിൽ ഒരിക്കലും ഇത് വെറ്റായ ഈ ക്ലോത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൽ ഇൻസ്ട്രക്ഷൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർപ്പറ്റ് ക്ലോത്തും ഇതിൻ്റെ ക്ലോത്തും കൂടി ആകുമ്പോൾ ഈ ക്ലോത്തിൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് സജസ്റ്റഡ് അല്ല. പിന്നെ റിമൂവ് ദ വാട്ടർ ടാങ്ക്. അതായത് ഇതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക്. ഈ വാട്ടർ ടാങ്ക് നിങ്ങൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് ടു റിമൂവ് ഇറ്റ്. അതായത് നിങ്ങൾക്ക് എടുത്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇലക്ട്രിക്കൽ ഷോക്സോ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഗതികൾക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡ്രമ്മ്, ഈ വാട്ടർ ടാങ്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ ഒരു നോബ് കാണുന്നുണ്ടോ? ഈ നോബിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ വാട്ടർ ടാങ്കിൻ്റെ ഈ ലോക്ക് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിന് സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ലോക്ക് ഉണ്ട് ഈ സൈഡിൽ തന്നെ. ലോക്കല്ല, ഒരു ഗാഡി പോലെ ഒരു സ്ലൈഡിങ് മെത്തേഡായിട്ട് സാധനം കാണാം. ഇത് കണ്ട, ഒരു എൽ ഷേപ്പ് പോലെ. ഇത് രണ്ട് സൈഡിലും ഉണ്ട്. ഈ രണ്ട് സൈഡിലൂടെ നമ്മൾ ഒരു ജസ്റ്റ് ഈ സ്ലൈഡിങ് ബാർ നീക്കലാണ്. ഇതിൻ്റെ ഈ ഗ്യാപ്പിലൂടെ നമുക്ക് നീക്കണം. ഈ കട്ടിങ് കറക്റ്റ് നമ്മൾ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ട് സൈഡിലും ഉണ്ട് ഈ കട്ടിങ് കറക്റ്റ് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, നീക്കാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ആ കറക്റ്റ് ലെവലിൽ ആ കട്ടിയിൽ കറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ തന്നെ ഇവിടെയുള്ള ലോക്ക് റിലീസാണ്. പിന്നെ ഇത് എടുക്കുന്നതും ഇങ്ങനെയാണ്. അതായത് മൊത്തം ഡസ്റ്റ് കളക്ടറിൻ്റെ എജക്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വലിക്കേണ്ടത്. അപ്പം തന്നെ ഇത് റിലീസായി കിട്ടും. ഇടുന്ന വിധം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡസ്റ്റ് കളക്ടർ മസ്റ്റായിട്ടും ഇതിൻ്റെ ഇതിൻ്റെ താഴെ മേലെ ഇരിക്കണം. ഇതിൻ്റെ മേലെയാണ്. വളരെ സിമ്പിളാണ് ഈ സംഗതി. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം. എങ്ങനെയാണ് മോപ്പിംഗ് കാണാം.